പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയിൽ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനുകളെ കുറിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഞാൻ തിരഞ്ഞെടുത്ത ആപ്ലിക്കേഷനുകൾ ചില പ്രത്യേക ടൂളുകൾ അതുപോലെ തന്നെ പ്രത്യേകമായിട്ടുള്ള ഫീച്ചേഴ്സുകൾ അടിസ്ഥാനമാക്കിയിട്ടാണ്. അപ്പം എനിക്കിഷ്ടപ്പെട്ട 6 ആപ്ലിക്കേഷനുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. പ്രധാനമായിട്ടും ഞാനത് നോക്കിയിട്ടുള്ളത് ധാരാളം ലെയറുകൾ ഉൾപ്പെടുത്താൻ പറ്റുക, അതുപോലെ തന്നെ എല്ലാത്തരം വീഡിയോ എഡിറ്റിംഗ് ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ആപ്ലിക്കേഷനുകൾ എന്നുള്ള അടിസ്ഥാനത്തിലാണ്. അതുപോലെ തന്നെ വീഡിയോ എഡിറ്റിംഗ് തീരെ അറിയാത്തവർക്കും വളരെ എളുപ്പത്തിൽ എഡിറ്റിംഗ് ചെയ്യാൻ സുഖകരമായിട്ടുള്ള, ബിഗിനേഴ്സിനൊക്കെ വളരെ സുഖകരമായിട്ട് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്ന ആപ്ലിക്കേഷനുകളൊക്കെയാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ ലിസ്റ്റിൽ 6ാമതായിട്ട് വരുന്നത് ഇൻഷോട്ടാണ്. ഇൻഷോട്ട് എന്നുള്ളത് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്ന ആപ്ലിക്കേഷനാണ്. അതിൻ്റെ ഓപ്ഷനുകളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ സാധിക്കും. മാത്രവുമല്ല അതിൻ്റെ വാട്ടർമാർക്ക് നമുക്ക് ഒരു ആഡ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ വാട്ടർമാർക്ക് റിമൂവ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് ഹൈ ക്വാളിറ്റിയിൽ തന്നെ അതിൽ എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൽ ക്രോമാക്കി, അതായത് ഗ്രീൻ സ്ക്രീന് ഉപയോഗിച്ച് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഇൻഷോട്ടിലുണ്ട്. അങ്ങനെ ഏതൊരാൾക്കും വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒരു ഇൻ്റർഫേസാണ് ഇൻഷോട്ടിൻ്റെത്. അതുകൊണ്ട് തന്നെ നമ്മൾ 6ാം സ്ഥാനം ഇൻഷോട്ടിന് കൊടുത്തു. ഇനി 5ാമതായിട്ട് വരുന്നത് കൈമാസ്റ്ററാണ്. കൈമാസ്റ്ററൊക്കെ വളരെ ട്രെൻഡിങ് ആയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറച്ച് പിന്നോട്ടാണെങ്കിലും കൈമാസ്റ്ററിനും ഏറെ പ്രത്യേകതകളും ഒക്കെ ഉണ്ട്. പ്രധാനമായിട്ടും അത് എല്ലാ റേഷ്യോകളും നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ധാരാളം എഫക്റ്റുകളും ആഡ് ചെയ്യാനും ട്രാൻസിഷനിലൊക്കെ ആഡ് ചെയ്യാൻ സാധിക്കും. എല്ലാതരം രീതികളിലും എഡിറ്റ് ചെയ്യാനും കൈമാസ്റ്ററിൽ സാധിക്കും. അതിലും ക്രോമാക്കി ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ സ്ലോ മോഷൻ സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൈമാസ്റ്ററിലും ഉണ്ട്. അപ്പം 5ാം സ്ഥാനത്ത് നമ്മൾ തിരഞ്ഞെടുത്തത് കൈമാസ്റ്ററാണ്. ഇനി 4ാം സ്ഥാനത്തായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് VN ആണ്. VN ഒരു ഫ്രീ വീഡിയോ എഡിറ്റ് ആപ്ലിക്കേഷനാണ്. VN അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. VN യൂട്യൂബേഴ്സിനാണെങ്കിലും അതുപോലെ തന്നെ റീൽസ് ചെയ്യുന്നവർക്കാണെങ്കിലൊക്കെ വളരെ സുഖകരമായിട്ട് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. സ്ലോ മോഷൻ വീഡിയോകളൊക്കെ ധാരാളമായിട്ട് VN ചെയ്തു പോരാറുണ്ട്. ഇനി 3ാമതായിട്ട് വരുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് എന്ന ആപ്ലിക്കേഷനാണ്. അലൈറ്റ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് മോഷൻ വീഡിയോകൾക്ക് വേണ്ടിയിട്ടാണ്. പ്രധാനമായിട്ടും ലിറിക്സ് വീഡിയോകൾക്കും ചെയ്തു വരാറുണ്ട്. ലിറിക്സ് വീഡിയോ അതുപോലെ തന്നെ സേവ് ദ ഡേറ്റ്, വെഡിങ് സ്റ്റാറ്റസുകൾക്കൊക്കെ വേണ്ടിയിട്ട് അലൈറ്റ് ഉപയോഗിക്കും. ഇതിന് പ്രധാനമായിട്ടും മോശനായിട്ടുള്ള, അതായത് കീ ഫ്രെയിം ഉപയോഗിച്ച് നമുക്ക് വളരെ അടിപൊളിയായിട്ട് വീഡിയോ എഡിറ്റിംഗ് ചെയ്യാൻ സാധിക്കുന്ന ആപ്ലിക്കേഷനാണ് അലൈറ്റ്. അതുകൊണ്ടാണ് നമ്മൾ 3ാം സ്ഥാനം അലൈറ്റ് കൊടുത്തിട്ടുള്ളത്. ഇനി 2ാമതായിട്ട് വരുന്നത് ഫിലിമോറ എന്ന ആപ്ലിക്കേഷനാണ്. ഫിലിമോറയിൽ വളരെയധികം AI ഫീച്ചേഴ്സുകളൊക്കെ ഉണ്ട്. പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അത് വോയിസ് ആയിട്ട് കൺവേർട്ട് ആയിട്ട് ലഭിക്കും. അങ്ങനെ തുടങ്ങി ഒട്ടേറെ ഫീച്ചേഴ്സുകളുണ്ട് ഫിലിമോറയിൽ. പലതും വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്ന ഓപ്ഷനുകളൊക്കെ ഫിലിമോറയിൽ അവൈലബിൾ ആണ്. മാത്രമല്ല അതിൻ്റെ ഇൻ്റർഫേസ് വളരെയധികം നല്ല ഭംഗിയുള്ളൊരു ഇൻ്റർഫേസാണ്. അത് ഏതൊരാൾക്കും, സാധാരണ ആളുകൾക്കൊക്കെ അത് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ വീഡിയോ എഡിറ്റിംഗ് ചെയ്യാൻ സാധിക്കും. ഇനി അവസാനമായിട്ട് വരുന്നത് 1ാം സ്ഥാനം നമ്മൾ കൊടുത്തിട്ടുള്ളത് ക്യാപ്കട്ട് എന്ന ആപ്ലിക്കേഷനാണ്. ക്യാപ്കട്ട് ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ട് ഉപയോഗിച്ച് വരുന്ന ആപ്ലിക്കേഷനാണ് ക്യാപ്കട്ട് എന്നുള്ളത്. ക്യാപ്കട്ടിൽ ധാരാളം ഫീച്ചേഴ്സുകളുണ്ട്. അതിൻ്റെ എഫക്റ്റുകൾ തന്നെയാണ് അതിന് ഇത്ര കൂടുതൽ ട്രെൻഡിങ് ആക്കാനുള്ള കാരണം. മാത്രവുമല്ല അതിൽ മറ്റുള്ള ഈ പറഞ്ഞ ആപ്ലിക്കേഷനുകളേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാനുള്ള കാരണം അതിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ നമുക്ക് ഗ്രീൻ സ്ക്രീനിൻ്റെ ആവശ്യം പോലുമില്ല. സാധാരണ നല്ലൊരു ക്വാളിറ്റിയുള്ള വീഡിയോയിൽ ബാക്ക്ഗ്രൗണ്ട് വളരെ ക്ലിയർ ആയിട്ട് തന്നെ റിമൂവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ക്യാപ്കട്ടിൻ്റെ വളരെ വലിയൊരു പ്രത്യേകതയായി എനിക്ക് തോന്നിയിട്ടുള്ളത്. മാത്രമല്ല അതിൻ്റെ എഫക്റ്റുകളൊക്കെ പലതരം വെറൈറ്റി എഫക്റ്റുകളൊക്കെ അതിനുണ്ട്. അപ്പം ഈ പറഞ്ഞ 6 ആപ്ലിക്കേഷനുകളും ഒന്നിനൊന്നിന് മെച്ചമുള്ള ആപ്ലിക്കേഷനുകളാണ്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡൗൺലോഡ് ചെയ്യാനുള്ള, അതായത് മോഡ് ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ഇനി ഇതിൻ്റെ കൂടുതൽ ട്യൂട്ടോറിയൽ വീഡിയോകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോക്ക് 100 ലൈക്ക് പൂർത്തിയായാൽ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോസുകൾ നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.